നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2024 ജാനുവരി 8 തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം അനിഴം. ചന്ദ്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഓരോ കൂറുകാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 8-ലാണ്. ബാക്കി ഗ്രഹങ്ങളുടെ ആനുകൂല്യം എന്നിവർക്കുണ്ട്. എന്നാൽ 8-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ദാമ്പത്യ കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല, സാമ്പത്തികമായിട്ടും ദോഷമുണ്ടാക്കില്ല. എന്നാൽ 8-ൽ ചൊവ്വയുടെ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ജീവിത പങ്കാളിയുമായി ചെറിയ കലഹമോ പ്രശ്നങ്ങളോ വീട്ടിൽ നിന്ന് മാറി നിൽക്കലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക നേട്ടം കാണുന്നു. എന്നാൽ യാത്രയ്ക്ക് മുടക്കമുണ്ടാകാം. പ്രവർത്തനങ്ങളിലും ചെറിയ തടസ്സം കർമ്മമേഖലയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പൊതുവെ തടസ്സങ്ങളുടെയും ശാരീരികമായ അവശതയുടെയും ഒരു ദിവസമാണിന്ന്. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്നിവർക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ വഴക്കോ കലഹമോ ഉണ്ടാകാം. അതുകൊണ്ട് ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ചെയ്യുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. കണ്ടകശനിയും 12-ലെ വ്യാഴവും 11-ലെ രാഹുവിൻ്റെ നിലയുമെല്ലാം നമുക്ക് പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും 11-ൽ നിൽക്കുന്ന രാഹു പ്രണയത്തിന് സാഫല്യം കൊടുക്കുമെന്നാണ് വയ്പ്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രണേതാക്കൾക്ക് ഇന്ന് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ കൂട്ടു ബിസിനസ് ആലോചിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സന്തോഷകരമായൊരു ദിവസമാണിന്ന്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ കേൾക്കും. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം കഴിവോടുകൂടി ഇന്ന് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടവും ഇന്നിവർക്ക് ദിവസമുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണമാണ്. ദോഷം കാണുന്നത് കാൽവിരലുകൾക്കോ പാദങ്ങൾക്കോ ചെറിയ ശാരീരിക അവശത ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം സ്വാഭാവികമായി നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് വിമ്മിഷ്ടപ്പെട്ടിരുന്നവർ ആ ഒരു വിമ്മിഷ്ടം മാറി ഇന്നിവർക്ക് സാമ്പത്തികമായി അനായാസമായി ഫ്രീ ആയി ഇടപഴകാൻ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക ഭദ്രത കൂടുതൽ നന്നാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കടം ചോദിച്ചിരുന്നവർ കൊടുക്കുന്നു. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയവർ തിരിച്ചു തരുന്നു. നഷ്ടപ്പെട്ട ചില ദ്രവ്യങ്ങൾ ഇവർക്കിന്ന് തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സൂചന ലഭിക്കുന്നു. ഉദര സംബന്ധമായോ അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടാൻ സാധിക്കുന്നു. യാത്ര തടസ്സപ്പെട്ട് കിടന്നത് മാറുമെന്ന് പറഞ്ഞു. അത് പ്രവർത്തനങ്ങളെയും സ്വാംശീകരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പ്രവർത്തനങ്ങളിലും വിജയം കാണുന്നുണ്ട്, സാമ്പത്തിക നേട്ടവും കാണുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനിയുടെ കാര്യം കൂടി കണക്കിലെടുക്കണം. ഭാഗ്യത്തിന് ചെറിയ തടസ്സം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമൊന്നും കാണുന്നില്ല. പൊതുവെ ഗുണം കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്രമാത്രം സാമ്പത്തികം അതിൽ നിന്ന് ലഭിക്കണമെന്നില്ല. ആശയങ്ങൾ വളരെ നന്നായിരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ മിഥ്യാധാരണകളിൽ നിന്ന് ഉണർന്നെണീറ്റ് പ്രായോഗികമായ കാര്യങ്ങളിൽ കൂടുതൽ തങ്ങളുടെ ബുദ്ധി ചെലവഴിക്കുന്ന ദിവസമായി മാറ്റണം ഇന്നത്തേത്. അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാകാം. സന്താനങ്ങൾക്ക് ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ സംബന്ധമായ ദോഷമില്ല. എന്നാൽ ശാരീരികമായ അവശത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. മാതാവുമൊത്തുള്ള ചില യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ മാതാവിന് സംഭവിച്ചേക്കാനും സാധ്യതയുണ്ട്. ശാരീരികമായ അവശതയാണ്, അതുകൊണ്ട് നിസാരമാണ്. എന്നാൽ പോലും ശ്രദ്ധിക്കുക. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ യാത്ര മാറ്റിവെക്കേണ്ടി വന്നേക്കാം. കാണുന്നുണ്ട് വാഹനം മാറ്റേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയതൊന്നിൻ്റെ ആവശ്യകത ഉണർന്നു വരാം. അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കാണുന്നു. പ്രത്യേകിച്ചും കുടുംബക്ഷേത്രങ്ങളിൽ പൂജയോ ഉത്സവമൊക്കെ നടക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ കാണുന്നു. അതിനായി സാമ്പത്തിക സഹായം ചെയ്യുന്നു. തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്നൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. സാമ്പത്തിക നേട്ടമുണ്ട്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൽ
ഉല്ലാസത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ദിവസമായിട്ടാണ് കണക്കാക്കേണ്ടത്. മനസ്സിന് എന്തെങ്കിലും മടുപ്പോ അല്ലെങ്കിൽ ക്ഷീണമോ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതൊക്കെ മാറി ഇന്നത്തെ ദിവസം കൂടുതൽ ഊർജ്ജസ്വലമായി മാറുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജോലി സ്ഥലത്ത് കർമ്മമേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അത് കൂടുതൽ പ്രവർത്തന മേഖലയെ വിപുലീകരിക്കുകയും അത് കൂടുതൽ പ്രകാശമാനമാക്കുകയും ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ കൂടുതൽ സാമ്പത്തികം തങ്ങളുടെ തൊഴിൽ മേഖലയിലെ മികവുമൊക്കെ വർദ്ധിക്കാൻ ഈ ഒരു ദിവസം സാധ്യമാകുമെന്ന് കരുതാം. ബന്ധുക്കളിൽ നിന്നും യാത്ര സഹായം ഉണ്ടാകുന്നു, അതുപോലെ സഹോദരന്മാരിൽ നിന്നുമൊക്കെ നല്ല സഹായം ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം പുറത്തായിരിക്കാം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരിക. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടോ യാത്രയുമായി ബന്ധപ്പെട്ടോ കുറച്ച് അലയേണ്ടി വന്നേക്കാം. വാക്ക് വളരെ സൂക്ഷിക്കുക. ശാരീരികമായ അവശതയും ക്ഷീണവും വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ചില കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക. പൊതുവെ ഇന്നത്തെ ദിവസം ഭാഗികമായി മാത്രമാണ് ഈ രാശിക്കാർക്ക് ഗുണം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. തങ്ങൾക്ക് തന്നെ, അതായത് ഈ നക്ഷത്രക്കാർക്ക് തന്നെ അവരോട് മതിപ്പ് തോന്നുന്നൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് കൂടുതൽ തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിലും തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലും അങ്ങേയറ്റം നന്നായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് റിസൾട്ടും വളരെ നന്നായി വരുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തമാകുന്നു. കൂടുതൽ നല്ല ദിവസമാണിന്ന്. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമൊത്ത് കുറേ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ദിവസം കൂടിയാണെന്ന്. പൊതുവെ ഗുണകരമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. മറ്റു ഗ്രഹങ്ങൾ ഒക്കെ തന്നെ ഇവരെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് പൊതുവെ. പക്ഷേ ഇന്നത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെ വീട്ടിൽ വരിക, അവരുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വഹിക്കേണ്ടി വരിക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവർക്ക് പ്രവർത്തിക്കാൻ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കാതെ വരുന്നതായും കാണുന്നുണ്ട്. ചില പ്രത്യേക യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. പ്രവർത്തനങ്ങളിൽ ഇന്നത്തെ ദിവസം പങ്കുകൊണ്ടാൽ പോലും അതിനൊരു വിജയമുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവർക്ക് ബന്ധുമിത്രാദികളോട് സഹകരിക്കുന്നൊരു ഗുണം മാത്രമേ കാണുന്നുള്ളൂ. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. സാമ്പത്തികമായ നേട്ടമുള്ള ദിവസമാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഇന്ന് കൈകൊണ്ട് തൊടുന്നതൊക്കെയും സ്വർണ്ണമാകാൻ സാധിക്കും എന്നുള്ള അതിശയോക്തി വേണമെങ്കിലും പറയാം. കാരണം സർവാഭീഷ്ടമാണ് 11-ൽ സഞ്ചരിക്കുമ്പോൾ. മറ്റു ദോഷങ്ങൾ ഒന്നും തന്നെ കാണുന്നുമില്ല. കാരണം 3-ൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്കിന്ന് ക്രിയേറ്റിവിറ്റിയുടെ അങ്ങേ അറ്റത്തെ സമ്മാനങ്ങൾ കൊടുക്കുമെന്നാണ് കാണുന്നത്. 3-ൽ നിൽക്കുന്ന രാഹു 1.5 വർഷത്തേക്കുണ്ട്. അതിൻ്റെ ഗുണമുണ്ട്. അത് ഇന്നത്തെ ദിവസം ഈ 11-ൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ നിലപാട് കൂടി കണ്ടുകൊണ്ട് വേണം പറയാൻ. അപ്പോൾ 11-ൽ നിൽക്കുന്ന ചന്ദ്രൻ സർവാഭീഷ്ടം, എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം, വിജയം, സാമ്പത്തിക നേട്ടം, യാത്രാഗുണം, മറ്റുള്ളവരാൽ കൂടുതൽ ആരാധ്യമാകുന്ന ദിവസം. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ഇന്ന് മകരം രാശിക്കാർക്ക്. കുംഭം രാശി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രശ്നങ്ങളുണ്ട്. ജന്മശനി, വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നു. 2-ലെ രാഹു, അഷ്ടമത്തിലെ കേതു, ഇതൊക്കെ തന്നെ ദോഷമാണ്. എന്നാൽ 10-ൽ സഞ്ചരിക്കുന്ന ശുക്രനും ചന്ദ്രനും ഇവർക്കിന്ന് സാമ്പത്തികമായ നേട്ടം കൊടുക്കും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് കർമ്മമേഖല കൂടുതൽ നന്നായി മാറുന്നൊരു ദിവസമായിട്ട് കാണുന്നു. ഇത് ഇവർക്ക് ഭാവിയിൽ ഇവരുടെ ജോലി രംഗത്ത് കൂടുതൽ ഇവരെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ജാഗ്രതയും ആത്മാർത്ഥതയും പുലർത്തുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു പ്രശംസ ഇവർക്കുണ്ടാകും. സാമ്പത്തികമായ നേട്ടവും യാത്രാഗുണവും കാണുന്നു. മീനം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. 2-ലെ വ്യാഴം ഇവർക്ക് സാമ്പത്തിക നേട്ടം കൊടുക്കും. പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും അവരുടെ വെന്നിക്കൊടി പാറിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കൈവിട്ടു പോകുന്ന അവരുടെ ആരോഗ്യമാണ്.
അതുപോലെ സ്വഭാവങ്ങളിൽ ചിലപ്പോൾ ചില ആസുരതകൾ കലരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജീവിത പങ്കാളി അത് തിരിച്ചറിയുക, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തങ്ങളുടെ മോശപ്പെട്ട അവസ്ഥകൾ കൂടുതൽ കാണേണ്ടി വരുന്നൊക്കെ ഒരു അവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 9-ൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇന്നവർക്ക് ഭാഗ്യം അനുകൂലമാകുന്നതല്ല. പിതാവിനോ പിതൃസമാനരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ശാരീരികമായ അവശത കാണുന്നുണ്ട്. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായിട്ടുള്ള ഗുണവും പ്രവർത്തനങ്ങളിലെ മികവുമാണ് ഇവരുടെ ഗുണം. ബാക്കി കാര്യങ്ങളിൽ ദോഷമുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.